പറഞ്ഞിട്ടാണ് സ്വാമി സാർ ഇങ്ങനെ ഒരു ഉദ്യോഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമി സാർ ചോദിക്കുന്നത്. മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയിൽ വരുന്നു. അതായത് ഇദ്ദേഹത്തിന് അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടി. ആ വർഷം ചിന്താവിഷ്ടിയായ ശ്യാമനാഥ സിനിമയ്ക്ക് എനിക്ക് ഒരു നാഷണൽ അവാർഡ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. അപ്പോൾ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പ്രസിഡന്റ് അവാർഡ് ഫംഗ്ഷനുകളുണ്ട്, റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ അത്രക്കും മര്യാദ, അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയം അപ്പോൾ അവാർഡ് ജേതാക്കളെ ആളുകളെ പറ്റി ഏങ്കർ ചെയ്യുന്ന ആള് ആദ്യം കുറച്ച് നേരം സംസാരിക്കും. അദ്ദേഹത്തിന്റെ ലഘു ജീവചരിത്രം അങ്ങനെ പറ്റി സംസാരിക്കും. അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് ഏങ്കർ പറഞ്ഞു, "This is the second day he's getting the award." അപ്പൊ മമ്മൂട്ടി ഒറ്റയാണ് പ്രസിഡന്റ് കയറി തന്നെ പേടിച്ചു പോയി. ടർക്കിസ്റ്റൊക്കെ ഒറ്റ പേരാണെന്ന് പേടിച്ച്. അപ്പൊ മമ്മൂട്ടി അതാ പ്രശ്നം. രണ്ടാമത് തവണയല്ല, മൂന്നാമത് തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാൻ പോയപ്പോൾ പ്രസിഡന്റ് എന്തോ പറയുന്നത് കേട്ടു. എന്നെ പേടിപ്പിച്ചറിഞ്ഞല്ലോ പറഞ്ഞു. ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും എനിക്ക് ഷോർട്ടേജാണെന്ന് മമ്മൂട്ടി പറഞ്ഞതായിട്ടും തോന്നി. പക്ഷെ എന്തായാലും വളരെ അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല. അധികം ജീവിച്ചില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോ ഈ രണ്ടു തവണ മൂന്നാമത്തെ തവണ ആണെന്ന് പഴയ മുട്ടുവേദന ഇത്രയും വലിയ ഒറ്റ വെക്കണമായിരുന്നു എന്നതാണ് എൻ്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിലധികമൊക്കെയായി ഞാൻ സിനിമയില് വന്നുപെട്ടിട്ട് ഒരു ഒരുത്തനും ഈ ടൈറ്റിൽ ലോഞ്ചിന് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ലോഞ്ചിന് ആളെ വിളിക്കുന്നത്. എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഷൂട്ടിംഗ് നടന്നത്. രവിപുരത്ത് മണിമുഴക്കം. അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ, അദ്ദേഹത്തിനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ. അതെ 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 അതെ. സ്വാമി ശ്രീനേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് അല്ല, എനിക്ക് മമ്മൂട്ടിയെ വിശ്വാസം ആണ്. എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ്. അതെ, കാരണം ഞാൻ അനുഭവം കൊണ്ട് പഠിക്കൊരു മനുഷ്യൻ. അതായത് 20-ാം നൂറ്റാണ്ട് എന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് CBI ഉണ്ടാകുന്നത്. CBI ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയായിരുന്നു.
കഥയെല്ലാം ഞാൻ മമ്മൂട്ടി പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി വളരെ നിശബ്ദമായിട്ട് കഥയെല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു നല്ല കഥയാണ്, പക്ഷെ പോലീസ് വേണ്ട. അങ്ങനെ പോലീസ് ഇല്ലാതെ എങ്ങനെ ഒരു കുറ്റാന്വേഷണം? സ്വാമി, ഞാൻ ആവനാഴി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരിക്കുക. അതായത് മാമൂർ മാസ്റ്ററുടെ അമ്പ് മുഴുവനുണ്ട് ആവനാഴിയിൽ. അതിൻ്റെ മുകളിൽ സ്വാമി ട്രൈ ചെയ്തത് നടക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ CBI ആണ്. CBI അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ CBIയുടെ ഫുൾ ഫോം പോലും അറിയില്ല. CBI കൂടിയാണ്. ഞാൻ ആലോചിക്കും വേറെ റൈറ്റർ, വേറെ ക്രിയേറ്റർ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി CBIയിലെ ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ഒരു 4-5 റൗണ്ട് ഡിസ്കഷനിൽ CBIയുടെ മോഡസ് ഓപ്പറൻഡി, അല്ലെങ്കിൽ CBIയുടെ തത്വങ്ങൾ, CBI ഏതിലാണ്, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് കേട്ടപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. കാരണം അതുവരെ ഞാൻ കേട്ട പോലീസിൻ്റെ കഥയല്ല CBIക്ക് പറയണത്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ആദ്യം എൻ്റെ കഥയിലെ ഹീറോ ഒരു അലി ഇമ്രാൻ എന്നും പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞത് വേണ്ട, കാരണം അത് വിശ്വസിക്കില്ല. ഇപ്പം നമുക്കൊരു കാര്യം അത് സ്വാമിയാക്കാം. ശരി, സ്വാമിയാക്കാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ മുമ്പിൽ അത് പറയുന്ന രീതി കേട്ടാൽ നമ്മൾ അന്തം വിട്ട് വിശ്വസിക്കുക. അതുപോലെ പുള്ളി എന്നെ പറഞ്ഞ് കണ്ടു. അങ്ങനെ ഞാൻ തറവായി, അത് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ് ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു. സ്വാമി പോലീസാണ്, അന്വേഷിക്കാൻ പോകുന്നു. എന്ത് സ്വാമി ചെയ്തു വെക്കണം? 20 നൂറ്റാണ്ട് പോലത്തെ സിനിമ ചെയ്തിട്ട് ഇതേപോലെ ഒരു പോലീസുകാരൻ സ്വാമി വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എല്ലാ കോർണറിൽ എനിക്ക് ഡിസ്കറേജിങ് ആയിരുന്നു. ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി. അപ്പോഴും ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഞാൻ അവിടെ ഇരി, ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ദിസ് വി ആർ ഡൂയിങ്. ഇപ്പോഴുള്ള പ്രൊഡ്യൂസർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ തനിക്ക് 10 പ്രൊഡ്യൂസറെ തരാം, എന്ത് വേണമെങ്കിലും കാര്യമേ താൻ വിട്ടേക്കും, നമ്മൾ ഇത് ചെയ്യും, ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത്ര കോൺഫിഡൻസും മോട്ടിവേഷനും എനിക്ക് തന്ന ആളാണെന്ന് ഒരുപാട് പ്രാവശ്യം എന്നെ പല ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഞാൻ വിശ്വസിക്കാൻ ചെയ്തു. അപ്പോൾ സ്വാമിയുടെ ഈ ഏറ്റവും ഇരിക്കാനും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ കൂടി ഇരിക്കാനൊരു ഭാഗ്യം ശ്രദ്ധിച്ചത്. സ്വാമി കഥയുടെ ഒരു സാരാംശം എന്നോട് പറഞ്ഞിരുന്നു ആദ്യം. അപ്പം അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. സ്വാമിയോട് ഞാൻ പറഞ്ഞു, സ്വാമി എന്ത് ചെയ്യുന്നു, സ്വാമിയാണ് പ്രൊഡ്യൂസർ, സ്വാമി ചെയ്യുക, ഞാൻ ഒരു പേരുകാരനായിട്ട് സ്വാമിയുടെ കൂടെ നിൽക്കാം, അതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നിനും ഇടപെടത്തില്ല എന്ന് ആദ്യം തന്നെ സ്വാമിയോട് പറഞ്ഞു. ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒന്നിനും ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടില്ല. പിന്നെ എനിക്ക് സ്വാമിയിലൊരു വിശ്വാസമുണ്ട്, നമ്മളെ കരയിപ്പിച്ച ചക്രവേളിയിൽ നിന്ന് നമ്മളെ ത്രസിപ്പിച്ച CBIയിലേക്ക് എത്തി, തീർച്ചയായിട്ടും എന്നെ കരയിപ്പിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്ക് സ്വാമിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന്. സ്വാമിക്ക് മമ്മൂട്ടിയുള്ള വിശ്വാസം പോലൊക്കെ എനിക്കും സ്വാമിക്കും വിശ്വാസമുള്ള ഒരാളോട് ഇരിപ്പുണ്ട്, എറണാകുളത്തപ്പനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ സ്വാമിയുടെ കൂടെ ഇതിൽ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും ഇത് കരയേണ്ടി വരത്തില്ല, വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. ഇവിടെ വന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞാൻ ഈ അവസരം നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. ബാക്കിയെല്ലാം
അപ്പൊ അതിലേക്ക് വരാം സ്വാമി. എന്താണ് സീക്രട്ട് എന്ന് പറയുന്നത്? സ്വാമിയുടെ എല്ലാ സിനിമയും അവസാനം സീക്രട്ട് റിവീൽ ചെയ്യുന്ന പോലെയാണ് മേജർ സിനിമ. അല്ലാത്ത സിനിമകളും സ്വാമി ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തിരക്കഥയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമുക്കൊരു സർപ്രൈസ് ഉണ്ടാവണം. അത് ഏത് തരത്തിലുള്ള സിനിമയാണ്. ഇതിന്റെ ടൈറ്റിൽ തന്നെ സീക്രട്ട് ആണ്. പിന്നെ ഈ മോഷൻ പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അസ്ട്രോളജി, നിമിത്ത ശാസ്ത്രം, അതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. എന്നാലും ഈ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്കും ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടന്റിനെ കുറിച്ച് എന്താ സ്വാമിക്ക് പറയാനുള്ളത്? ഈ ടൈറ്റിൽ എങ്ങനെയാണ് സ്വാമിയുടെ ഉള്ളിലേക്ക് പോകുന്നത്? സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മീനിങ്, സംതിങ് ടു ഡു വിത്ത് ക്രൈം. അല്ലാതെ സീക്രട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ഒന്നും അറിയില്ല. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സീക്രട്ട് തന്നെയാണ്. അപ്പോൾ ക്രൈമും സസ്പെൻസും പോലീസും ഇൻവെസ്റ്റിഗേഷനും അല്ലാത്ത സീക്രട്ടും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിലെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടി എന്നോടെന്ന് പറഞ്ഞാൽ താൻ ഒരു സിനിമ ചെയ്താണ് അതിൽ തൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുള്ളൂ എന്താണ് അതിനകത്ത് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അതിനുവേണ്ടി പണ്ട് മുതലേ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. കണ്ണൻ കേസിൻ്റെ പുസ്തകങ്ങൾ കുറേ നമ്മുടെ വിഷ്ണു വിദ്യ എന്നൊക്കെ പറയുന്ന സിനിമ കേസിൻ്റെ നോവൽ അടിച്ചു മാറ്റിയതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എത്ര വായിച്ചിട്ട് എനിക്ക് ആ ട്രാക്കിലേക്ക് ഒരു മിടുക്കില്ലാത്തതുകൊണ്ട് അവസാനം എനിക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങിയതാണ്. പറ്റുന്നില്ല. അതിന് വേറൊരു ബുദ്ധി വേണം. അത് സ്വാമിക്കൊക്കെ ഉള്ളൂ. അതിന് സ്വാമി ആവണം, എന്നാലേ പറ്റൂ. ഈ കളിക്കളം എന്നുള്ള സിനിമയില് മമ്മൂട്ടിക്ക് പേരില്ല. മമ്മൂട്ടിക്ക് അതിന് പേരില്ല, കഥാപാത്രത്തിന് പേരില്ലാത്തൊരു പടമാണ്. അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര്. അയാളുടെ പേര് എനിക്കറിയില്ല, അയാളുടെ പേരില്ല എന്നാ പറഞ്ഞത്. പുള്ളി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് അക്വൈൻറ്റൻസ് ഉണ്ടായിട്ട് ഒരു പുള്ളിക്കും അറിയില്ല പേരെന്താണ്. അപ്പൊ പുള്ളി അതിന്റെ സീക്രട്ടായിരിക്കും എന്ന് പറഞ്ഞു. കളിക്കളത്തെ കുറിച്ചാണ് സ്വാമി പറയുന്നത്. അതിന്റെ കഥാപാത്രത്തിന് പേര് പോലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്. അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കൗശലവും ഭയങ്കര മിടുക്ക് വേണം. അത് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് പറയാറുള്ളത്. അപ്പൊ ഇത് അത്തരത്തിലുള്ള ഒരു സിനിമയാണോ? സംബന്ധിച്ചിടത്തോളം സ്വാമി സാറിന്റെ സിനിമകളിൽ ഒരു ഭാഗമാവാൻ പറ്റാന്നുള്ള തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമി സാറിന്റെ ഫിലിം എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്ക് ഓക്കെ ആണ്. എനിക്ക് അതിലൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണും. ഈ സീക്രട്ടിലൊക്കെ കുറേ മീനിങ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ഒരു ക്യാരക്ടർ ചെയ്യുന്നത് മുന്നേ കൃഷ്ണ സാറിൻ്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റഫറിലോ. സ്വാമി സാറിൻ്റെ പടത്തിലെ ഓഡീഷനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നേരെ ചെന്ന് സ്വാമി സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് ആ സമയത്ത് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. കണ്ട ദിവസം തന്നെ എൻ്റെ അടുത്ത് സ്ഥിരം പറഞ്ഞു, ചെയ്യാനും പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞ് അന്നത്തോടെ തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പോൾ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ ദിവസം. പിന്നെ സാറിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല.
അതും ഇനീഷ്യൽ ടൈമിൽ തന്നെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടുക. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെയും അപർണയുടെ കൂടെയൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഈ പോസ്റ്ററിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് വാക്കുകൾക്ക് ഈ സിനിമയിൽ ഒരുപാട് മീനിങ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പടം ഇറങ്ങുമ്പോൾ മനസ്സിലാവും. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.